കൊടും കുറ്റവാളി, ശിക്ഷ 20 കൊല്ലം, മാസം തോറും പരോളും. ചെയ്ത കുറ്റങ്ങളിൽ ബലാത്സംഗവും കൊലപാതകവും വരെയുണ്ട്. ശിക്ഷ 20 കൊല്ലത്തേക്കാണ്. പക്ഷേ പ്രതി മിക്കപ്പോഴും പുറത്താണ്. സംഘപരിവാറിന്റെ ഇഷ്ട ആൾദൈവമായ ഗുർമീത് റാം റഹീം സിംഗിനാണ് ഈ സൗജന്യങ്ങൾ. 2020 മുതൽ ഇതുവരെ ഈ കൊടും കുറ്റവാളിക്ക് ലഭിച്ചത് 344 ദിവസത്തെ പരോളാണെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഹരിയാനയിലെ ദേരാ സച്ചാ സൗദയുടെ തലവനായ സിംഗിനെ 2017 കോടതി ശിക്ഷിച്ച ശേഷം 14 തവണയാണ് പരോൾ ലഭിച്ചത്. ഈ ഓഗസ്റ്റ് 5-ന് 40 ദിവസത്തെ പരോൾ ലഭിച്ച് ഇയാൾ വീണ്ടും പുറത്തെത്തി. 3 മാസം മുൻപ് 21 ദിവസം പരോളിലിറങ്ങി മടങ്ങിയെത്തിയ ശേഷമാണ് വീണ്ടും 40 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ആശ്രമത്തിലെ 2 അന്തേവാസികളെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിനാണ് 2017 കോടതി ഗുർമീതിന് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. പത്രപ്രവർത്തകനായ രാംചന്ദ്ര ഛത്രപതിയെ കൊലപ്പെടുത്തിയതിന് ഇയാൾക്കും മറ്റു 3 പേർക്കും വേറെ ശിക്ഷ കിട്ടിയിരുന്നു. 2002 സ്വന്തം മാനേജർ രഞ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗുർമീത് റാം റഹീമിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും അപ്പീലിൽ രക്ഷപ്പെട്ടു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും റോഹ്തക്കിലെ സുനാരിയ ജയിലിൽ നിന്ന് ഇയാളെ പുറത്തിറക്കാൻ ഹരിയാനയിലെ BJP സർക്കാർ ഒത്താശ ചെയ്യും. പഞ്ചാബിലും ഹരിയാനയിലും ഇയാൾക്കുള്ള അനുയായികളുടെ വോട്ട് നേടാനാണിത്. ഈ വർഷം ഫെബ്രുവരിയിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 21 ദിവസത്തേക്ക് ഇയാൾ പുറത്തുവന്നു. പിന്നീട് ജൂണിൽ ഹരിയാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും 1 മാസത്തേക്ക് പരോൾ. ഒക്ടോബറിൽ ഹരിയാനയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് 40 ദിവസത്തേക്കായിരുന്നു പരോൾ. അതിനു മുൻപ് 2020 ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും 40 ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങിയ ഈ ആൾദൈവം വോട്ട് പിടിച്ചു. 2024 ജനുവരിയിൽ 50 ദിവസമായിരുന്നു പരോൾ. ന്യായമായ പരോൾ പോലും നിഷേധിക്കപ്പെട്ട JNUവിലെ പൂർവ്വ വിദ്യാർത്ഥി ഉമർ ഖാലിദിനെ പോലെ ആയിരങ്ങൾ ജയിലുകളിൽ നരകിക്കുമ്പോഴാണ് ഇത്തരം കൊടും കുറ്റവാളികൾ BJPയുടെ ഒത്താശയോടെ ശിക്ഷാ കാലാവധിയുടെ നല്ല പങ്ക് പുറത്തു വിലസുന്നത്.